നമസ്കാരം. സ്റ്റഡി ഡെസ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ SSC PSC പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചില പ്രധാനപ്പെട്ട ആൻറ്റോണിംസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് പേഷ്യൻ്റ്. പേഷ്യൻ്റ് എന്ന വേർഡിനർത്ഥം ക്ഷമയുള്ള എന്നതാണ്. പേഷ്യൻറ്റിൻ്റെ ആൻറ്റോണിമായി വരുന്നത് ഇംപേഷ്യൻ്റ് ആണ്. ഇംപേഷ്യൻ്റ്, അക്ഷമനായ എന്നർത്ഥം വരുന്ന പദമാണ് ഇംപേഷ്യൻ്റ്. പേഷ്യൻ്റ്, ഇംപേഷ്യൻ്റ്. നെക്സ്റ്റ് വൺ സിമ്പതി. സിമ്പതി എന്ന പദത്തിനർത്ഥം സഹതാപം, മമത, അനുഭാവം എന്നൊക്കെയാണ്. ഇതിൻ്റെ ആൻറ്റോണിമായി വരുന്ന പദമാണ് ആൻറ്റിപതി. ആൻറ്റിപതി എന്ന് പറഞ്ഞാൽ വിദ്വേഷം, വിരോധം, അനിഷ്ടം, ഇതൊക്കെയാണ് ആൻറ്റിപതിയുടെ മീനിങ്. സിമ്പതി, ആൻറ്റിപതി. ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന മറ്റൊരു പദം നോക്കാം. അഫിനിറ്റി. അഫിനിറ്റി എന്ന് പറയുന്നത് അടുപ്പമാണ്. അഫിനിറ്റി, അടുപ്പം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഫ്രിവുലസ്. ഫ്രിവുലസ് എന്ന പദത്തിൻ്റെ മീനിങ് നിസ്സാരമായ. നിസ്സാരമായ എന്നർത്ഥമുള്ള പദമാണ് ഫ്രിവുലസ്. ഫ്രിവുലസിൻ്റെ ആൻറ്റോണിമാണ് സീരിയസ്. സീരിയസ്, ഗുരുതരമായ എന്നർത്ഥമുള്ള പദമാണ് സീരിയസ്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്കോൺഡ്. സ്കോൺഡ് എന്ന പദത്തിൻ്റെ അർത്ഥം പുച്ഛിച്ചു എന്നതാണ്. സ്കോൺഡ്, പുച്ഛിച്ചു. അതിൻ്റെ ആൻറ്റോണിമായി വരുന്ന പദമാണ് റെസ്പെക്റ്റഡ്. റെസ്പെക്റ്റഡ്, ബഹുമാനിച്ചു എന്നർത്ഥം വരുന്ന റെസ്പെക്റ്റഡ് ആണ് സ്കോണിൻ്റെ ആൻറ്റോണിം. സ്കോൺ, റെസ്പെക്റ്റ്. സ്കോൺ, റെസ്പെക്റ്റ്. അബ്യൂസ്ഡ് എന്ന പദത്തിനർത്ഥം വരുന്നത് ദുരുപയോഗം ചെയ്യുക എന്നതാണ്. ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന അബ്യൂസ് എന്ന പദത്തിൻ്റെ മീനിങ് ദുരുപയോഗം ചെയ്തു എന്നതാണ്. റിഡിക്യൂൾഡ് എന്ന പദത്തിനർത്ഥം പരിഹസിച്ചു എന്നതാണ്. റിഡിക്യൂൾഡ്, പരിഹസിച്ചു. അടുത്തതാണ് ഇൻഡിജൻ്റ്. ഇൻഡിജൻ്റ്. ഇൻഡിജൻ്റ് എന്ന പദത്തിനർത്ഥം ദരിദ്രനായ. ദരിദ്രനായ എന്നർത്ഥമുള്ള പദമാണ് ഇൻഡിജൻ്റ്. അതിൻ്റെ ആൻറ്റോണിമാണ് സമ്പന്നമായ എന്നർത്ഥമുള്ള പദം വരുന്ന എഫ്ലുവൻ്റ്. സമ്പന്നമായ എന്നർത്ഥം വരുന്ന എഫ്ലുവൻ്റ് ആണ് ഇൻഡിജൻ്റിൻ്റെ ആൻറ്റോണിം. ഇത് 2019 യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് ചോദിച്ച ചോദ്യമായിരുന്നു. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഓൺലി ഇൻഡിജൻ്റ് കസ്റ്റമേഴ്സ് യൂസ് ദിസ് പ്രൊഡക്റ്റ്. ഓൺലി ഇൻഡിജൻ്റ് കസ്റ്റമേഴ്സ് യൂസ് ദിസ് പ്രൊഡക്റ്റ്. അതിനുശേഷം ഇൻഡിജൻ്റിന് അണ്ടർലൈൻ ചെയ്തു. റീപ്ലേസ് ദ അണ്ടർലൈൻഡ് വേർഡ് വിത്ത് വൺ വിച്ച് ഈസ് ഓപ്പോസിറ്റ് ടു ഇറ്റ്സ് മീനിങ്. ഇൻഡിജൻ്റിൻ്റെ ഓപ്പോസിറ്റാണ് അഫ്ലുവൻ്റ്, സമ്പന്നമായ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്വിറ്റ്. എക്വിറ്റ്. എക്വിറ്റ് എന്ന പദത്തിനർത്ഥം കുറ്റവിമുക്തമാക്കുക എന്നതാണ്. എക്വിറ്റ് എന്ന പദത്തിനർത്ഥം കുറ്റവിമുക്തമാക്കുക, കുറ്റപ്പെടുത്തുക എന്നർത്ഥത്തിൽ വരുന്ന കണ്ടം ആണ് അക്വിറ്റിൻ്റെ ഓപ്പോസിറ്റ്. അക്വിറ്റ്, കണ്ടം. അതിൽ വരുന്ന മറ്റ് പദങ്ങൾ നോക്കാം. ഡിഫീറ്റ്. ഡിഫീറ്റ് എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുത്തുക. ഡിഫീറ്റ്, പരാജയപ്പെടുത്തുക. റിട്രീറ്റ്. റിട്രീറ്റ് എന്ന് പറയുന്നത് പിൻവാങ്ങുക. പിൻവാങ്ങുക എന്നതാണ് റിട്രീറ്റിൻ്റെ മീനിങ്. പ്രൊഹിബിറ്റ് എന്നത് നിരോധിക്കുക. പ്രൊഹിബിറ്റ്, നിരോധിക്കുക. അക്വിറ്റ്, കണ്ടം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അബോട്ടീവ്. അബോട്ടീവ്. അബോട്ടീവ് എന്ന് പറഞ്ഞാൽ പാഴായ. പാഴായ എന്നർത്ഥമുള്ള പദമാണ് അബോട്ടീവ്. അബോട്ടീവിൻ്റെ ആൻറ്റോണിമാണ് ഫ്രൂട്ട്ഫുൾ. അബോട്ടീവ്, ഫ്രൂട്ട്ഫുൾ. ഫ്രൂട്ട്ഫുൾ എന്ന പദത്തിനർത്ഥം ഫലവത്തായ. ഫലവത്തായ എന്നതാണ് ഫ്രൂട്ട്ഫുള്ളിൻ്റെ മീനിങ്. മറ്റ് ഓപ്ഷനുകൾ നോക്കാം. വെക്കേറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന പദമാണ്, ഒഴിയുക. റീപ്രൊഡക്റ്റീവ് എന്ന് പറയുന്നത് പുനരുൽപാദനപരമായ എന്നർത്ഥമുള്ള പദമാണ് റീപ്രൊഡക്റ്റീവ്. ഇൻസ്റ്റൻറ്റേനിയസ് എന്ന് പറയുന്നത് തൽക്ഷണം. ഇൻസ്റ്റൻറ്റേനിയസ്, തൽക്ഷണം. അബോട്ടീവ്. അബോട്ടീവിൻ്റെ ആൻറ്റോണിമാണ് ഫ്രൂട്ട്ഫുൾ. ഇത് 2019 VEO പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമായിരുന്നു. അടുത്തത് നോക്കാം. ബാരൻ. ബാരൻ എന്ന പദത്തിനർത്ഥം തരിശായ.
തരിശായ എന്ന അർത്ഥമുള്ള പദമാണ് ബാരൻ. ബാരൻ്റെ ആൻറ്റോണിമാണ് ഫെർട്ടൈൽ. ഫെർട്ടൈൽ. അപ്പോൾ ഫെർട്ടൈൽ എന്ന് പറയുന്ന പദത്തിനർത്ഥം ഫലഭൂയിഷ്ഠമായ. തരിശായ എന്ന പദത്തിൻ്റെ ഓപ്പോസിറ്റാണ് ഫലഭൂയിഷ്ഠമായ. അതാണ് ഫെർട്ടൈൽ. ഫെർട്ടൈൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിലിജൻറ്റ്. ഡിലിജൻറ്റ് എന്ന് പറയുന്നത് ഉത്സാഹമുള്ള എന്നർത്ഥം വരുന്ന പദമാണ്. ഡിലിജൻറ്റ്. ഇത് 2019 VEO പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമായിരുന്നു. ഡിലിജൻറ്റ്. ഡിലിജൻറ്റ് ഉത്സാഹമുള്ള എന്ന അർത്ഥമുള്ള പദമാണ്. മടിയുള്ള എന്നർത്ഥം വരുന്ന ലേസിയാണ് ഡിലിജൻറ്റിൻ്റെ ആൻറ്റോണിം. ഡിലിജൻറ്റ്, ലേസി. നെക്സ്റ്റ്, കമ്പൽസറി. കമ്പൽസറി എന്ന് പറയുന്നത് നിർബന്ധിതമായ എന്നർത്ഥമുള്ള പദമാണ് കമ്പൽസറി. അപ്പോൾ സ്വമേധിയ, സ്വന്തം ഇഷ്ടപ്രകാരം എന്നർത്ഥം വരുന്ന വളണ്ടറിയാണ് കമ്പൽസറിയുടെ ആൻറ്റോണിം. കമ്പൽസറി, വളണ്ടറി. അതിനകത്ത് ഒക്കേഷണൽ എന്നൊരു പദമുണ്ട്. ഒക്കേഷണൽ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം വല്ലപ്പോഴും എന്നതാണ്. ഒക്കേഷണൽ, വല്ലപ്പോഴും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സ്റ്റിനേറ്റ്. ഒബ്സ്റ്റിനേറ്റ്. ഒബ്സ്റ്റിനേറ്റ് എന്ന പദത്തിനർത്ഥം ശാഠ്യമുള്ള. ശാഠ്യമുള്ള എന്നതാണ് ഒബ്സ്റ്റിനേറ്റ് എന്ന പദത്തിനർത്ഥം. മറ്റൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് വഴങ്ങുന്ന അല്ലെങ്കിൽ അനുസരിക്കുന്ന എന്നർത്ഥമുള്ള പദമാണ് സബ്മിസീവ്. സബ്മിസീവ്. ഒബ്സ്റ്റിനേറ്റ്, സബ്മിസീവ്. ഓപ്ഷനിലുള്ള മറ്റു പദങ്ങൾ കൂടെ നോക്കാം. അഡമൻറ്റ്. അഡമൻറ്റ് എന്ന് പറയുന്നത് ശാഠ്യമുള്ള, നിർബന്ധ ബുദ്ധിയുള്ള എന്നർത്ഥം വരുന്ന പദമാണ് അഡമൻറ്റ്. ഒബ്സ്റ്റിനേറ്റിൻ്റെ സെയിം മീനിങ് ആണ് അഡമൻറ്റിന് വരുന്നത്. ഫൂളിഷ് എന്ന് പറയുന്നത് മണ്ടനായ എന്നർത്ഥമുള്ള പദമാണ് ഫൂളിഷ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്ഗസ്റ്റഡ്. ഡിസ്ഗസ്റ്റഡ്. ഡിസ്ഗസ്റ്റഡ് എന്ന് പറഞ്ഞാൽ വെറുപ്പുണ്ടാക്കുന്ന എന്നർത്ഥമുള്ള പദമാണ് ഡിസ്ഗസ്റ്റഡ്. സന്തോഷിപ്പിക്കുന്ന എന്നർത്ഥമുള്ള പദമായ പ്ലീസ്ഡ് ആണ് ഡിസ്ഗസ്റ്റഡിൻ്റെ ആൻറ്റോണിം. ഡിസ്ഗസ്റ്റഡ്, പ്ലീസ്ഡ്. ഡിസ്ഗസ്റ്റഡ്, പ്ലീസ്ഡ്. നെക്സ്റ്റ് വൺ, അലീവിയേറ്റ്. അലീവിയേറ്റ്. അലീവിയേറ്റ് എന്നാൽ ലഘൂകരിക്കുക. അലീവിയേറ്റ്, ലഘൂകരിക്കുക. കടുപ്പിക്കുക അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുക എന്നർത്ഥം വരുന്ന അഗ്രവേറ്റ് ആണ് അലീവിയേറ്റിൻ്റെ ആൻറ്റോണിം. കടുപ്പിക്കുക അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുക എന്നർത്ഥം വരുന്ന അഗ്രവേറ്റ് ആണ് അലീവിയേറ്റിൻ്റെ ആൻറ്റോണിം. അഗ്രിവിയേറ്റിൻ്റെ സ്പെല്ലിങ് ശ്രദ്ധിക്കണം. AGGRABATE. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അടുത്ത പദമാണ് എഫ്ലുവൻസ്. എഫ്ലുവൻസ്. സമ്പന്നമായ എന്നർത്ഥമുള്ള പദമാണ് എഫ്ലുവൻസ്. ദാരിദ്ര്യം എന്നർത്ഥം വരുന്ന പോവർട്ടി ആണ് അഫ്ലുവൻസിൻ്റെ ആൻറ്റോണിം. അഫ്ലുവൻസ്, പോവർട്ടി. അതിനകത്ത് കൺഫ്ലുവൻസ് എന്നൊരു പദമുണ്ട്. കൺഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ സംഗമം. സംഗമം എന്നർത്ഥത്തിൽ വരുന്ന പദമാണ് കൺഫ്ലുവൻസ്. ഇഗ്നോറൻസ് എന്ന് പറയുന്നത് വിവരമില്ലായ്മയാണ്. ഇഗ്നോറൻസ്, വിവരമില്ലായ്മ. അഡ്വഞ്ചറസ്, സാഹസികമായ എന്നർത്ഥം വരുന്ന പദമാണ് അഡ്വഞ്ചറസ്. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഗാലൻറ്റ്. ഗാലൻറ്റ്. ഗാലൻറ്റ് എന്ന പദത്തിനർത്ഥം ധീരൻ എന്നാണ്. ധീരൻ. ധീരൻ അല്ലെങ്കിൽ വീരൻ എന്നർത്ഥമുള്ള പദമാണ് ഗാലൻ. അതിൻ്റെ ആൻറ്റോണിമാണ് ഭീരു എന്നർത്ഥം വരുന്ന കൊവാഡ്. ഭീരു എന്നർത്ഥം വരുന്ന കൊവാഡാണ് ഗാലൻറ്റിൻ്റെ ആൻറ്റോണിം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട 15 ആൻറ്റോണിംസ് ആണ് നമ്മൾ പഠിച്ചത്. ഒന്നുകൂടെ നോക്കാം. പേഷ്യൻ്റ്, ഇംപേഷ്യൻ്റ്, സിമ്പതി, ആൻറ്റിപതി, ഫ്രിവുലസ്, സീരിയസ്, സ്കോൺഡ്, റെസ്പെക്റ്റഡ്, ഇൻഡിജൻറ്റ്, എഫ്ലുവൻറ്റ്, അക്വിറ്റ്, കണ്ടം, അബോട്ടീവ്, ഫ്രൂട്ട്ഫുൾ, ബാരൻ, ഫെർട്ടൈൽ, ഡിലിജൻറ്റ്, ലേസി, കമ്പൽസറി, വളണ്ടറി, ഒബ്സ്റ്റിനേറ്റ്, സബ്മിസീവ്, ഡിസ്ഗസ്റ്റഡ്, പ്ലീസ്ഡ്, അലീവിയേറ്റ്, അഗ്രവേറ്റ്, അഫ്ലുവൻസ്, പോവർട്ടി, ഗാലൻറ്റ്, കൊവാഡ്.